മഹർഷിയും എലിയും. വളരെ വളരെ മുൻപ് ഇടുങ്ങിയ ഒരു വനത്തിൽ അത്യധികമായ ശക്തിവിശേഷങ്ങളോട് കൂടിയ ഒരു മഹർഷി താമസിച്ചിരുന്നു. മിക്കപ്പോഴും അദ്ദേഹം അഗാധമായ തപസ്സിലായിരുന്നു. അദ്ദേഹത്തിന്റെ നരച്ച താടിരോമം മുട്ടോളം എത്തുമായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജട തലയ്ക്കു ചുറ്റും ഒരു കുടുമ പോലെ നിന്നിരുന്നു. അദ്ദേഹത്തിന്റെ കൺപീലികൾ പോലും നീണ്ട് നരച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം നീണ്ട് മെലിഞ്ഞതായിരുന്നു. നീണ്ട കാലത്തെ ഉപവാസം അനുഷ്ഠിച്ചിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം നീണ്ട് മെലിഞ്ഞു പോയിരുന്നു. മാത്രമല്ല, എല്ലാറ്റിനുമുപരി അദ്ദേഹത്തിന്റെ ചർമ്മം അസ്ഥികളോട് വളരെയധികം പറ്റിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തോളെല്ലുകളും വാരിയെല്ലുകളും വളരെ പ്രകടമായിരുന്നു. അദ്ദേഹം അത്തരമൊരു രൂപമായിരുന്നുവെങ്കിലും മാനസികമായി വളരെ അധികം ശക്തനായിരുന്നു. എല്ലായ്പ്പോഴും അദ്ദേഹം ആശ്രമത്തിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്ന ഒരു മരത്തിന്റെ ചുവട്ടിൽ ചമ്രം പടിഞ്ഞ് ഇരിക്കുമായിരുന്നു. ഒരു ദിവസം ആഴത്തിലുള്ള ധ്യാനത്തിലിരിക്കുമ്പോൾ മഹർഷി ഒരു ധീരരോദനം കേട്ടു. അത് വളരെ ഉറക്കെയും വേദനാത്മകവുമായിരുന്നതുകൊണ്ടും ചുറ്റുപാടും വളരെ നിശബ്ദമായിരുന്നതുകൊണ്ടും അതിന് മഹർഷിയുടെ ധ്യാനത്തിന് ഭംഗം വരുത്തുവാൻ കഴിഞ്ഞു. ഒരു ചെറിയ എലിയെ ഒരു പരുന്ത് റാഞ്ചി പറക്കുവാൻ ശ്രമിക്കുന്നത് കണ്ണു തുറന്നു നോക്കിയ മഹർഷി കണ്ടു. ആ എലിയുടേതായിരുന്നു ആ ക്രന്ദനം. അത്യുഗ്രമായ കോപം മഹർഷിയുടെ മനസ്സിൽ അങ്കുരിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നു. അല്പനേരം അദ്ദേഹം പരുന്തിനെ തുറിച്ചു നോക്കി. അപ്പോൾ തന്നെ ആ പക്ഷി ചാരമായി മാറി. എലി ഓടി മഹർഷിയുടെ അടുത്തേക്ക് വന്നു. ഭയം കൊണ്ട് അത് വിറക്കുന്നുണ്ടായിരുന്നു. സാന്ത്വനിപ്പിക്കും പോലെ അദ്ദേഹം ആ എലിയെ മെല്ലെ തലോടി. ഭക്ഷണം തേടി നടക്കുമ്പോഴായിരുന്നു പരുന്ത് എലിയെ കണ്ടതെന്നും അതിനെ ആക്രമിച്ചതെന്നും മഹർഷിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. മഹർഷി ചിന്തിച്ചു, ഈ നിസ്സാര ജീവിയെ ഒരു പുലിയാക്കുകയാണെങ്കിൽ വളരെ സമാധാനത്തോടെ ഇത് ജീവിക്കും. അങ്ങനെ ചിന്തിച്ചു കൈകൊണ്ട് എലിയുടെ നേർക്ക് മഹർഷി തന്റെ വലതു കൈ നീട്ടിപ്പിടിച്ചു. അതേസമയം തന്നെ അത് ഒരു ഭീകരനായ പുലിയായി മാറി. എലി പുലിയായി മാറിയെങ്കിലും അതിന്റെ ജന്മസവിശേഷതകൾ നഷ്ടപ്പെട്ടില്ല. അത് അവിടെയും ഇവിടെയും നടക്കുകയും ഒരു എലി ചെയ്തിരുന്നത് പോലെ എന്ത് കിട്ടിയാലും അത് ഭക്ഷിക്കുകയും ചെയ്തു. മറ്റെല്ലാ ജീവികളും അതിനെ നോക്കി തമാശകൾ പറയുകയും എപ്പോൾ കണ്ടുമുട്ടിയാലും അതിനെ തരം താഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്തു. പുലിയായി മാറിയ എലിക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അത് മഹർഷിയുടെ സമീപം പോയിട്ട് തന്റെ മൂഷിക പ്രകൃതത്തെക്കുറിച്ച് പരാതി പറഞ്ഞു. മഹർഷി പറഞ്ഞു, ഇനി മുതൽ അങ്ങോട്ട് നിനക്ക് മാർജാര പ്രകൃതം ലഭിക്കുവാൻ പോകുകയാണ്. പുലിക്ക് അതിന്റെ യഥാർത്ഥ പ്രകൃതം ലഭിച്ചു. അതനുസരിച്ച്